വെള്ളാർമല സ്കൂളിന് മുന്നിൽ നിന്നും എസ് വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വെള്ളാർമല സ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും. വിജയകുമാർ, ഈ വെള്ളാർമലയും ഇന്നത്തെ തെരച്ചിൽ റെസ്ക്യൂ മിഷന്റെ ഒരു സോണിൽപ്പെട്ടതാണ്. അങ്ങോട്ടേക്ക് ആളുകൾ എത്തിയോ? ഏത് രീതിയിലാണ് ആ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ സ്കൂൾ ഇരുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഇന്നത്തെ തെരച്ചിൽ? വിജയകുമാർ. ഹാഷ്മി, എസ് കെ എൻ വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് തെരച്ചിൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ അത് കാണാം. NDRFന്റെ തെരച്ചിൽ സംഘം പ്രാദേശിക വിവരങ്ങൾ നൽകാൻ ഈ മേഖലയിലുള്ള ആളുകളും അവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇന്നലെയും ഇവിടെ തെരച്ചിൽ നടന്നിരുന്നു. വെള്ളാർമല സ്കൂൾ ഏതാണ്ട് ഒരു അസ്ഥിപഞ്ജരം എന്ന് വെച്ചാൽ കോൺക്രീറ്റിന്റെ അസ്ഥിപഞ്ജരം മാത്രമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് കാണാം. ഈ സ്കൂളിലെ കുട്ടികളിൽ പലരെയും കാണാനില്ല എന്ന വിവരം കൂടി, വളരെ അങ്ങേയറ്റം ഹൃദയഭേദകമായ വിവരം കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ സ്കൂളിന്റെ മുന്നിലുണ്ടായിരുന്നത് വലിയൊരു മൈതാനമായിരുന്നു. ആ പുഴ അങ്ങ് സൈഡിലൂടെ ഒഴുകുകയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ ആ മൈതാനം നിറഞ്ഞ് പുഴ ഒഴുകുകയാണ്. ഈ സ്കൂളിന്റെ കെട്ടിടത്തിനകത്തുകൂടി പോലും വെള്ളം ഒഴുകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്കൂളിന് മുന്നിൽ വന്നടിഞ്ഞ ഈ തടി കഷ്ണങ്ങൾ ഭീമാകാരമായ മരങ്ങളും അതുപോലെ വലിയ പാറകളും അക്ഷരാർത്ഥത്തിൽ ഈ സ്കൂളിനെ തകർത്തെങ്കിലും ചൂരൽമല എന്ന ഗ്രാമത്തെ ഇത് സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ചൂരൽമല അവിടെ കൊഴുകി എത്തേണ്ടതായിരുന്നു. ഈ വെള്ളം, ഈ തടിക്കഷ്ണങ്ങൾ, ഈ പാറ, ഈ ഭീമാകാരമായ കല്ലുകൾ, അങ്ങനെ 5 ആൾ പിടിച്ചാൽ എത്താത്ത വലിയ മരങ്ങളൊക്കെ, അതൊക്കെ ഇവിടെ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഈ ഗ്രാമത്തെ മുഴുവൻ അത് വിഴുങ്ങുമായിരുന്നു, തുടച്ചു നിൽക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും വെള്ളാർമല സ്കൂള് തകർന്ന് തരിപ്പണമായി, നാമാവശേഷമായി പോയി. എത്രയോ ആയിരങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ, ഈ നാടിന്റെ വലിയ ഒരു ചൈതന്യമായി നിന്ന സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികളിൽ പലരെയും കാണാനില്ല എന്ന അങ്ങേയറ്റം ഹൃദയഭേദകമായ വിവരം പുറത്തു വരുന്നുണ്ട്. ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ സാർ ആ കുട്ടികളെ തെരഞ്ഞ് ക്യാമ്പുകളിൽ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഹൃദയം പൊട്ടുന്ന അദ്ദേഹത്തിന്റെ മുറവിളി ഇന്നലെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്തരം കാഴ്ചകൾ കാണുന്ന വെള്ളാർമല സ്കൂൾ, യഥാർത്ഥത്തിൽ വെള്ളാർമല സ്കൂൾ മാത്രമല്ല, വെള്ളാർമലയുടെ സ്കൂളിലേക്കുള്ള റോഡ്, വെള്ളാർമല സ്കൂൾ റോഡ്, ആ റോഡ് തകർന്നു പോയിരിക്കുകയാണ്. ആ സ്കൂളിന്, ആ റോഡിന് ഇരുവശവും ഒരു നാട് എങ്ങനെയാണ് ഒരു ദുരന്തത്തിൽ അകപ്പെട്ടത് എന്നതിന്റെ കാഴ്ചയാണ്. പ്രേക്ഷകർ അത് കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ഇത് മുഴുവൻ ഈ സ്കൂളിന്റെ മുന്നിലൂടെ ഒഴുകി ഈ സ്കൂളിൽ തടഞ്ഞു നിർത്തി വീടുകളെ തകർത്ത് തരിപ്പണമായി താഴേക്ക് പതിക്കുകയായിരുന്നു. ഇതിന്റെ മുകൾ ഭാഗം മുഴുവൻ പാറകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. അതിന് ഇരുവശത്തും വീടുകൾ ഉണ്ടായിരുന്നു. വീടുകൾ തകർന്നു. ആ വീടുകളിൽ ഒരു ഭാഗത്തുണ്ടായിരുന്ന എത്രയോ ആളുകളെ പറ്റി ഒരു വിവരവുമില്ല. ക്യാമ്പുകളിൽ ഇല്ല അവർ എന്ന് തന്നെയാണ് അറിയുന്നത്. അവരുടെ ഉറ്റവരും ഉടയവരും ബന്ധുക്കളും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരെ അന്വേഷിച്ചു പോകുന്നത് ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇതിൽ കുറെ ആളുകൾക്ക് ഈ കുന്നിന്റെ ഒക്കെ മുകളിലേക്ക് കയറി നിൽക്കാൻ അവസരം കിട്ടിയിരുന്നു. അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണ്. ആ തെരച്ചിലിന് NDRFന് ഒപ്പം ഈ നാട്ടുകാരും അവരെ സഹായിക്കുന്നുണ്ട്. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ വിവരങ്ങളൊക്കെ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തൊരു കണക്കുണ്ടാക്കുന്നുണ്ട് റവന്യൂ വകുപ്പ് എന്നാണ് അറിയുന്നത്. റവന്യൂ വകുപ്പിന്റെ ആ കണക്ക്, ഈ മേഖലയിൽ വലിയ തോതിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകളെ കാണാനില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ റോഡ് താൽക്കാലികമായി ഇന്നലെ ആർമിയുടെയും NDRFന്റെയും ആളുകൾ ചേർന്ന് സജ്ജമാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് ഈ റോഡിലൂടെ പോകാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. ഇന്നലെ വരെ ഈ റോഡിലൂടെ ദൂരേക്ക് പോകാൻ കഴിയുന്നില്ല. നമ്മൾ ഇന്ന് റോഡിന് കുറച്ച് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. പ്രേക്ഷകർക്ക് അത് കാണാം. ആ സ്കൂളിന്റെ പരിസരം അങ്ങ് ദൂരെ പാറകൾ മാത്രം നിറഞ്ഞ സ്ഥലമാണ്. അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു, വീടുകൾ ഉണ്ടായിരുന്നു. അവിടെ നിരവധി വീടുകൾ മണ്ണിനടിയിലേക്ക് പൂർണ്ണമായും പോയിട്ടുണ്ട്. ചിലതിന്റെ കോൺക്രീറ്റ് തലപ്പുകൾ മാത്രമാണ് നമുക്ക് മുകളിൽ കാണാൻ കഴിയുന്നത്. അവിടെയൊക്കെ രാവിലെ തന്നെ തെരച്ചിൽ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. വലിയ മരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ ആളുകൾ പിടിച്ചാൽ പിടികിട്ടാത്ത തരത്തിലുള്ള വലിയ മരങ്ങളായിരുന്നു ഇവിടെ മുഴുവൻ. ഇതിൽ കുറേയൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ബാക്കി ഇപ്പോഴും റോഡിന്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് പോലും എത്താൻ കഴിയാത്ത തരത്തിൽ ദുഷ്കരമായിരുന്നു ഇവിടേക്കുള്ള വഴി. അതും ഏതാണ്ട് ഗതാഗതത്തിന്, അല്ലെങ്കിൽ അത്തരം രക്ഷാപ്രവർത്തകർക്ക് സഞ്ചരിക്കാവുന്ന മട്ടിലേക്ക് അത് ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. ദുരന്തം എത്രത്തോളം നാശം വിതച്ചു ഒരു നാടിനെ എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ആർമി സംഘവും കൂടി ഇവിടേക്ക് തെരച്ചിലിന് വരുന്നുണ്ട്. അവരുടെ സഹായം കൂടി ഇവിടെ ഉണ്ടാകും. 8 മണിയോടെ അവരുടെ ഫുൾ യൂണിറ്റ് ഇവിടെ തെരച്ചിലിനെത്തുമെന്നാണ് സേനാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അവിടെ ദൂരെ ഫയർഫോഴ്സിന്റെയും ഒക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇവിടെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നാട്ടുകാർ നൽകിയിരിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. വെള്ളാർമല സ്കൂള് യഥാർത്ഥത്തിൽ അത് പ്രതീകമാണ്. നമ്മൾ ഒരു നാടിന്റെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചമായി നിന്ന സ്കൂള്, ആ സ്കൂളിന്റെ മുന്നിലൂടെ
ഒഴുകിപ്പോയ ഇത്രയും ഉരുൾ അത് ഒരു നാടിനെ വിഴുങ്ങി. ആ സ്കൂള് അതിനെ അതിജീവിച്ചോ എന്ന് നമുക്കറിയില്ല. ഇനി അതിന്റെ ബലം എത്രയുണ്ടെന്നൊന്നും നമുക്കറിയില്ല. പല ക്ലാസ് റൂമുകളിലും വിജയകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ അഖിൽ ചോദിക്കുന്നു, ടഫസ്റ്റ് ടെറൈൻ ആണെന്ന് ദീപക് പറഞ്ഞു. ഇന്ത്യൻ ആർമിയോടാണ് ഈ കാര്യം പറയുന്നത്. അവർ ഇതിനേക്കാൾ വലിയ ടഫസ്റ്റ് സ്ഥലങ്ങൾ, തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമി ഒരുപാട് ദുസ്സഹമായ നോർത്ത് ഈസ്റ്റിലൊക്കെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതുപോലെ ആസാമിലും ഒക്കെ ഇതിനും വലിയ ടെറൈനിൽ അവർ ജോലി ചെയ്ത് സമ്പത്തുണ്ട്. അതൊക്കെ നമ്മൾ ഈ ലൈവ് പറയുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളായി മാത്രം എടുത്താൽ മതി. മുരളീധരൻ പറയുന്നു, ദീപക് ധർമ്മടത്തിൻ്റെ റിപ്പോർട്ട് മുഴുമിപ്പിക്കാൻ സമ്മതിക്കും SKN. എത്ര പെട്ടെന്ന് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? നിങ്ങൾക്കറിയുന്ന പോലെ വലിയൊരു വാർത്താ സംഘമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്.